ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം ആൻഡ് മോറിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അവൻ ഇല്ലാത്തവർക്കും എങ്ങനെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. 1.25 കപ്പ് മൈദയിലാണ് ഞാനിന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർക്ക് സാധാരണ നമ്മളുടെ ചായ കുടിക്കുന്ന ഒരു നോർമൽ കപ്പില്ലേ, ആ സൈസിൽ എടുത്താലും മതി. ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ 1.25 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. ഇതോടൊപ്പം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാ ഭാഗത്തും എത്തണം. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് അരിപ്പയിൽ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും. പക്ഷേ ഇങ്ങനെ നമ്മളൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയാൽ മതി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി 1 കപ്പ് പഞ്ചസാര ഞാൻ പൊടിക്കുകയാണ്. മിക്സിയിലിട്ട് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് വേഗം മിക്സ് ആവാൻ എളുപ്പമുണ്ടാവും. അങ്ങനെ പഞ്ചസാര പൊടിച്ചത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മീഡിയം സൈസിലുള്ള 2 ക്യാരറ്റാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.25 കപ്പ് അളവിൽ വേണം. അതായത് മൈദയുടെ എത്ര എടുത്തോ അതേ അളവിൽ തന്നെ ക്യാരറ്റും വേണം. കേക്ക് മിക്സിങ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിത് 8 ഇഞ്ച് വ്യാസമുള്ള ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ താഴെ നല്ലപോലെ ഓയിൽ പുരട്ടിയ ശേഷം ഞാൻ ബട്ടർ പേപ്പർ അതേ അളവിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ സൈഡിലും ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. നമുക്ക് നല്ല കേക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. നല്ല സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അവനിലല്ല ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അടികട്ടിയുള്ള ഒരു കുക്കർ എടുക്കാം, അല്ലെങ്കിൽ അടികട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രം എടുക്കാം. ഇങ്ങനെ അടികട്ടിയുള്ള കുക്കറാണെങ്കിൽ അതിനകത്ത് ഇതേപോലെ ഒരു റിങ് വെച്ച് നമുക്ക് ബേക്കിംഗ് ട്രേ ഉള്ളിലേക്ക് വെച്ച് നമുക്ക് അടച്ച് വേവിക്കാം. അതിൽ പക്ഷേ ഒരു കാര്യമുണ്ട്, വെയിറ്റ് ഇടാൻ പാടില്ല. ഇനി അല്ലെങ്കിൽ നല്ല അടികട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രം ഉപയോഗിച്ചാലും മതി. ഇപ്പോൾ ഞാനിവിടെ അലൂമിനിയം പാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാനിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അതായത് മീഡിയം ഫ്ലെയിമുള്ള ഒരു ബർണറിൽ 5 മിനിറ്റ് ഇത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഇനി കേക്ക് ബാറ്റർ റെഡിയാക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. വിസ്ക് ഉപയോഗിച്ചാണെങ്കിൽ 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അല്ലാതെ നമുക്ക് ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർക്ക് അത് വെച്ചിട്ട് ബീറ്റ് ചെയ്യാം. ഇലക്ട്രിക് ബീറ്റർ ആണെങ്കിൽ 1 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരും. മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസാണ് ചേർക്കുന്നത്. വാനില എസൻസും ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വിസ്ക് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര ചേർക്കാം. വേണമെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ചേർക്കാം. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 കപ്പ് റിഫൈൻഡ് ഓയിലാണ്. ഏത് റിഫൈൻഡ് ഓയിലും ഒഴിക്കാം. ഇനി ഓയിലും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ ശേഷം വല്ലാതെ ബീറ്റ് ചെയ്യരുത്, മാവങ്ങ വല്ലാതെ നേർത്തു പോകും. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ചേർക്കാം. ഞാനതൊരു 3 പ്രാവശ്യമായിട്ടാണ് ചേർക്കുന്നത്. കുറേശ്ശെയായിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് നേർപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കുകയാണ്. നിങ്ങൾ ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കുക. ഇപ്പം ഞാൻ ആദ്യം കുറച്ചൊഴിച്ചു, പക്ഷേ എനിക്ക് 1/2 കപ്പ് കൃത്യമായിട്ട് തന്നെ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബാറ്റർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ക്യാരറ്റ് അതൊരു 2 പ്രാവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബീറ്റ് ചെയ്യേണ്ട, നമ്മളുടെ ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡ് ഉണ്ടല്ലോ, ആ വിധത്തിലൂടെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക, പിന്നെ ഒന്ന് കട്ട് ചെയ്യുക. കേക്ക് മിക്സിങ്ങിൽ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം തന്നെയാണിത്. എപ്പോഴും ഈ ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. ഇപ്പോൾ മുഴുവനായിട്ടും ക്യാരറ്റ് ചേർത്തു ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. അതുകൊണ്ടാണ്
ഞാൻ നേരത്തെ ബേക്കിംഗ് ട്രേയും ആദ്യം തന്നെ റെഡിയാക്കി, അതുപോലെ തന്നെ നമ്മളുടെ ബേക്ക് ചെയ്യാനുള്ള പാത്രവും പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത്. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് പകരാം. അപ്പോൾ ഈ ട്രേയിലേക്ക് ഇത് കറക്റ്റായിട്ട് വരും. മുഴുവനും നമുക്ക് ഒന്നിച്ച് തന്നെ ചേർക്കാം. ഇനി ബാറ്ററിൽ വല്ല എയർ ബബിൾസും കയറിയിട്ടുണ്ടെങ്കിൽ അത് പോവാനായിട്ട് നമുക്കൊരു 15 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും എയർ ബബിൾസ് മേലെ വന്ന് പൊട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ബാറ്റർ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ പാത്രവും നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ട്രേ ഇറക്കി വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും, അത് കഴിഞ്ഞിട്ട് ലോയ്ക്കും മീഡിയത്തിനും ഇടയിലുള്ള ഒരു ഫ്ലെയിമിൽ ഒരു 25-30 മിനിറ്റും വെക്കണം. കേക്ക് വെന്ത മണം നമുക്ക് പുറത്തേക്ക് വരും. ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഞാനിത് 30 മിനിറ്റിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ നമുക്കറിയാം വെന്തോ ഇല്ലയോ എന്ന്. അഥവാ വെന്തില്ല എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും അത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി വെച്ചാൽ മതി. ഇപ്പം എൻ്റെ കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇത് ഞാനൊന്ന് തണുക്കാൻ വെക്കുകയാണ്. തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. കത്തി കൊണ്ട് സൈഡൊക്കെ ഒന്ന് പതുക്കെ വെടിയിച്ചിട്ട് ഇങ്ങനെ ഡിമോൾഡ് ചെയ്ത് എടുക്കാം. ഇനി ബട്ടർ പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അവനുള്ളവർക്ക് അവനിൽ വെക്കാം. അതിന് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ് 30 മിനിറ്റ് തന്നെ മതിയാവും. അതും ഒന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് നമുക്ക് പാകത്തിനെടുക്കാം. ഇപ്പം നമ്മളുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നോക്കൂ, നല്ല സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുമെന്ന് എനിക്ക് പറയാനറിയില്ല. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഉള്ളിലൊക്കെ നിറയെ ഗ്രേറ്റഡ് ക്യാരറ്റ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. ഒന്ന് തൊടുമ്പോഴേക്കും തന്നെ അമർന്നു പോകുന്നുണ്ട്. കണ്ടില്ലേ? ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉച്ചയൂണ് കഴിഞ്ഞ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ക്യാരറ്റ് കേക്ക് റെഡി. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിക്കൊള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.